രണ്ട് വാക്ക് പറയാനാണ്. അതായത് ഈ നമ്മൾ ഇതിനകത്ത് ഉള്ള ആളുകൾ, ഏറെക്കുറെ ആളുകളൊക്കെ പഴയ ആളുകളാണ്, പുതിയ ആളുകൾ കുറച്ചുള്ളൂ. ഈ എന്റെ മൂത്ത മകളുടെ അമ്മായി നമ്മുടെ ശ്വാസകോശ പ്രോബ്ലം മാറിയ പ്രോഡക്റ്റ് ആണ് ഈ ബയോട്ടോറിയം മാഗ്നറ്റോതെറാപ്പി എന്ന് പറയുന്ന സംഭവം. അത് മാറാനുള്ള കാരണം നമ്മളെ ഈ വാട്ടർ പേടി ചുറ്റിയിട്ടുള്ള വെള്ളം കുടിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിന്റെ ഡെൻസിറ്റിയെ ലഘൂകരിച്ചുകൊണ്ട് നമ്മൾ ആ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ലങ്സിനെ ക്ലെൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരുടെ ശ്വാസകോശ പ്രോബ്ലം മാറാൻ കാരണം. അവർ ഓക്സിജൻ സിലിണ്ടർ വെച്ച് കിടന്നിരുന്ന സ്ത്രീയാ. ഓക്സിജൻ സിലിണ്ടർ സ്ഥിരം വർഷങ്ങളോളം ഉപയോഗിച്ചിരുന്നതാ. ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ കുടിച്ച് 13 ദിവസം കുടിച്ചു വന്നപ്പോൾ അവരുടെ ശ്വാസകോശ പ്രോബ്ലം മാറി എന്നുള്ളതാണ്. ഇത് ഞാൻ ഏത് MRCP ഡോക്ടറോടും ഇടിച്ചു കയറി പറയും. അതായത് നമ്മൾ ഈ ബയോട്ടോറിയം മാഗ്നറ്റോതെറാപ്പി ഡോക്ടർമാർക്കെതിരല്ല, മരുന്നിനെതിരല്ല. മരുന്ന് നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇന്ന് ഡോക്ടേഴ്സ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന മരുന്ന് നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യണമെങ്കിൽ മാഗ്നറ്റോതെറാപ്പി കൂടി ഉണ്ടെങ്കിലോ നമ്മൾ മരുന്നിന് അടിമപ്പെടാതിരിക്കുള്ളൂ. അതല്ലെങ്കിൽ മരുന്ന് കഴിച്ച് നരകിച്ച് മരിക്കേണ്ട വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡോക്ടർമാർക്ക് വിരുദ്ധമായിട്ട് പറഞ്ഞതല്ല. മരുന്ന് നമുക്ക് ആവശ്യമുള്ളൂ, മരുന്ന് വേണം. മരുന്നില്ലാത്തൊരു ജീവിതം ഇല്ല. പക്ഷെ മരുന്ന് അമിതമായിട്ട് കഴിച്ച് നമ്മളെ കിഡ്നി അടിച്ച് പോവാതിരിക്കണമെങ്കിൽ ബയോട്ടോറിയം പ്രൊഡക്റ്റ് ഉപയോഗിച്ചേ പറ്റൂ. നന്ദി, നമസ്കാരം. ഇത്രയും പറയുന്നുള്ളൂ, സമയമില്ലാത്തതിന്റെ പേരിൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സലീമേ.